എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേർ സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ്. അതുപോലെ സിനിമയും ബിസിനസ്സും. ബിസിനസ്സുകാർ കൂടുതലും സിനിമ നിർമ്മാതാക്കൾ കൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ആരെയും പറ്റിയല്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്ന് ഞങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന്. വേറെ ആരുമല്ല, ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹവും മലയാള സിനിമയും, അതേപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സിൽമ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ ഒരു നടനും നിർമ്മാതാവും സംവിധായകനും കൂടിയാണ്. 2022 നമ്മെ വിട്ടുപോയ അദ്ദേഹം അഭിനയിച്ച, നിർമ്മിച്ച, സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കിന്ന് കണ്ടുവരാം. അദ്ദേഹം ആദ്യമായി നിർമ്മിച്ച ചിത്രമായിരുന്നു മലയാളത്തിൻ്റെ ക്ലാസിക് സിനിമയായ വൈശാലി. 1989 സുപർണ ആനന്ദ്, സഞ്ജയ് മിത്ര, അശോകൻ, ഗീത തുടങ്ങിയവർ അഭിനയിച്ച, ഭരതൻ സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ എവർഗ്രീൻ ക്ലാസിക് ചിത്രമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചന്ദ്രകാന്ത ഫിലിംസ് ആയിരുന്നു സിനിമയുടെ നിർമ്മാണവും വിതരണവും. അദ്ദേഹം നിർമ്മിച്ച മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു 1991 സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, മുരളി, തിലകൻ, ചാർമിള തുടങ്ങിയവരഭിനയിച്ച ധനം എന്ന സിനിമ. AK ലോഹിതദാസ് ആയിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത്. ചിത്രത്തിൻ്റെ നിർമ്മാണവും വിതരണവും അദ്ദേഹം തന്നെ ആയിരുന്നു. അദ്ദേഹം നിർമ്മിച്ച് വിതരണം ചെയ്ത മറ്റൊരു ക്ലാസിക് ചിത്രമായിരുന്നു ഹരികുമാർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മനോജ് കെ ജയൻ, ഗൗതമി, ശാന്തി കൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ച് 1994 റിലീസ് ചെയ്ത സുഹൃതം എന്ന സിനിമ. MT വാസുദേവൻ നായരുടേതായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ. കൂടാതെ അദ്ദേഹം ഒരേ ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നു. 2010 കലാഭവൻ മണി, വിനു മോഹൻ, മുക്ത തുടങ്ങിയവർ അഭിനയിച്ച ഹോളിഡേയ്സ് എന്ന സിനിമ. മോഹൻ തോമസ് ആയിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഒരുപാട് സിനിമകൾ വിതരണത്തിനും എത്തിച്ചിട്ടുണ്ട്. ആനന്ദവൃത്താന്തം, ഇന്നലെ, വാസ്തുഹാര, കൗരവർ, വെങ്കലം, ചകോരം തുടങ്ങിയ സിനിമകൾ തിയേറ്ററിൽ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ചന്ദ്രകാന്ത ഫിലിംസ് തന്നെയായിരുന്നു. ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.